നമസ്കാരം. ദേശീയം സർവ്വദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ധീരനായ സൈനിക മേധാവി ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ളവരാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞത്. ഇന്ത്യയുടെ സൈനിക മേധാവിക്ക് പോലും സുരക്ഷിതമായി യാത്ര ചെയ്യാനാവാത്തതാണോ രാജ്യത്തിൻ്റെ നൂതന പ്രതിരോധ സംവിധാനങ്ങൾ? അപകട കാരണം എന്തായാലും ശരി, ഇന്ത്യൻ പ്രതിരോധ രംഗം ഗൗരവതരമായ തിരുത്തൽ നടപടികൾക്ക് തയ്യാറാവണം. വിട പറഞ്ഞത് രാജ്യം കണ്ട ധീരനായ സൈനിക മേധാവി, ആദ്യത്തെ സംയുക്ത സേനാ മേധാവി. 3 സേനകളെയും ഏകോപിപ്പിച്ചു. നിർണായക ഘട്ടത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങളെടുത്തു. തീരുമാനങ്ങൾ വിജയകരമായി നടപ്പിലാക്കി മാതൃകയായി. മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ രാഷ്ട്രീയം പറഞ്ഞവരുണ്ട്. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന പോലെയായിരുന്നു മോദിയും ബിപിൻ റാവത്തും തമ്മിലുള്ള ബന്ധമെന്നതായിരുന്നു കേരളത്തിലെ ഒരു BJP നേതാവിന്റെ പ്രതികരണം. BJPയുടെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള സന്ദീപ് വാജ്പേയി പറഞ്ഞിരിക്കുന്നത് മന്ത്രി എന്നാണ്. അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കുക? അതിനൊന്നും പറയാനില്ല. ശരി, വേറെ ഒന്നുമില്ലല്ലോ. സൈനിക മേധാവി മരിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു വ്യോമസേന ഹെലികോപ്റ്റർ അപകടത്തിലാണ്. ഹെലികോപ്റ്റർ അപകടങ്ങൾ നടക്കുന്നത് ഇതാദ്യമായല്ല, മുമ്പും പലതവണ നടന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് മാധവ് റാവു സിന്ധ്യ, ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗി, മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി രാജശേഖർ റെഡ്ഡി, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ദോർജി ഖണ്ഡു എന്നിവരെല്ലാം മരിച്ചത് ഹെലികോപ്റ്റർ അപകടങ്ങളിലായിരുന്നു. എന്നാൽ അപകട സമയത്ത് ഇവരെല്ലാം യാത്ര ചെയ്തിരുന്നത് സ്വകാര്യ ഹെലികോപ്റ്ററുകളിലായിരുന്നു. പൂനൂരിൽ അപകടത്തിൽപ്പെട്ടത് വ്യോമസേനയുടെ അത്യാധുനിക സംവിധാനങ്ങളും സുരക്ഷയുമുള്ള ഹെലികോപ്റ്ററാണ്. റഷ്യൻ നിർമ്മിത Mi-17V5 ഹെലികോപ്റ്റർ. പറത്തിയിരുന്നത് ഏറ്റവും മികച്ച വ്യോമസേനാ പൈലറ്റ് വിംഗ് കമാൻഡർ പൃഥ്വി സിംഗ് ചൗഹാൻ ആയിരുന്നു. പിഴവ് പറ്റിയത് ആർക്കാണെങ്കിലും വീഴ്ച ഗൗരവതരമാണ്. രാജ്യത്തെ സംയുക്ത സൈനിക മേധാവിക്ക് പോലും സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യൻ വ്യോമസേനയ്ക്കില്ലെന്നത് നാണക്കേടാണ്. प्रथम चीफ ऑफ डिफेंस स्टाफ जनरल बिपिन रावत, उनकी धर्मपत्नी एवं 12 अन्य सवार थे की दुर्घटना के दुर्भाग्यपूर्ण समाचार से अवगत कराने के लिए आप सबके बीच खड़ा हुआ हूं। एयरफोर्स के Mi-17V5 हेलीकॉप्टर ने कल 11:48 पर सुलूर एयरबेस से अपनी उड़ान भरी. വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സൈനിക സാമഗ്രികളും വാങ്ങുന്നതിൽ ഒട്ടും സുതാര്യതയില്ല. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ നടന്ന ബോഫോഴ്സ് ഇടപാടും AB വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ നടന്ന ടെഹൽക്ക വെളിപ്പെടുത്തലുമെല്ലാം പ്രതിരോധ രംഗത്തെ അഴിമതിയുടെ വ്യാപ്തി വെളിപ്പെടുത്തി. റഫേലാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. യുദ്ധവിമാന നിർമ്മാണത്തിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത അനിൽ അംബാനിക്കാണ് റഫേലിന്റെ ഓഫ്സെറ്റ് നിർമ്മാണ കരാർ ലഭിച്ചത്. ലോകോത്തര നിലവാരമുള്ള യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള പൊതുമേഖലാ സ്ഥാപനമായ HALനെ ഒഴിവാക്കിയാണ് പ്രധാനമന്ത്രിയുടെ വിശ്വസ്തൻ അനിൽ അംബാനിക്ക് കരാർ നൽകിയത്. അഴിമതിയും കിടുകാര്യസ്ഥതയും അഴിഞ്ഞാടിയാൽ ആ മേഖല കുത്തഴിഞ്ഞതാകും. ഇതാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത്. അഴിമതിയില്ലാത്ത സുതാര്യതയും ഗുണനിലവാരവുമുള്ള സംവിധാനമായി ഇന്ത്യൻ സേനയെ മാറ്റുന്നതായിരിക്കും രാജ്യം ബിപിൻ റാവത്തിന് നൽകുന്ന ഏറ്റവും വലിയ ആദരം.
നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമെല്ലാം നിരന്തരം മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർഷകരെ ദ്രോഹിച്ചതിനാണ് പോയ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞത്. ഇപ്പോഴിതാ ആഭ്യന്തരമന്ത്രിയും കുറ്റമേറ്റു പറഞ്ഞിരിക്കുന്നു. നാഗാലാൻഡിൽ യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ ഗ്രാമീണരെയാണ് സൈന്യം വെടിവെച്ചു കൊന്നത്. രാജ്യത്തെ കർഷകരെ ദ്രോഹിച്ചതിനാണ് പോയ മാസത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞത്. ഇപ്പോഴിതാ മറ്റൊരു മാപ്പ് പറച്ചിൽ. നാഗാലാൻഡിൽ ഒരു തെറ്റും ചെയ്യാത്ത ഗ്രാമീണരെ സൈന്യം വെടിവെച്ചു കൊന്നതിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഈ മാസത്തെ മാപ്പ് പറച്ചിൽ. गृह मंत्रालय द्वारा तुरंत पूर्वोत्तर के प्रभारी अपर सचिव को कोहिमा भेजा गया, जहां उन्होंने आज सुबह नागालैंड राज्य सरकार के मुख्य सचिव एवं अन्य वरिष्ठ अधिकारियों और अर्धसैनिक बलों के वरिष्ठ अधिकारियों के साथ बैठक की, स्थिति का विस्तारपूर्ण समीक्षा की है, ताकि यह सुनिश्चित किया जा सके कि शीघ्र सामान्य स्थिति बहाल हो। यह निर्णय लिया गया है कि सभी एजेंसियों को यह सुनिश्चित करना चाहिए कि विद्रोहियों के खिलाफ अभियान चलाते समय भविष्य में ऐसी कोई दुर्भाग्यपूर्ण घटना की पुनरावृत्ति न हो। ഒരു തെറ്റും ചെയ്യാത്ത 17 ഭാരതീയർ, അവരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ കിടത്തിയിരിക്കുന്നത്. വിഘടനവാദം ശക്തമായ സംസ്ഥാനമാണ് നാഗാലാൻഡ്. നാഗന്മാർക്ക് മാത്രമായി സ്വതന്ത്ര രാജ്യം. ഈ ആവശ്യവുമായി NSCN-IM, NSCN-K തുടങ്ങിയ ഭീകര സംഘടനകൾ പതിറ്റാണ്ടുകളായി ആയുധമെടുത്ത് പോരാടുകയാണ്. എക്കാലത്തും ഏറിയും കുറഞ്ഞും നാഗാ ദേശീയവാദം ശക്തമാണ്. വിഘടനവാദത്തെ അമർച്ച ചെയ്യേണ്ടത് വികസനത്തിലൂടെയാണ്. നാഗാലാൻഡിലേക്ക് ദില്ലിയിൽ നിന്നും പണം ഒഴുകിയെത്താറുണ്ട്. പക്ഷേ ഒന്നും താഴെത്തട്ടിൽ എത്തില്ല. രാഷ്ട്രീയ നേതാക്കളും രാജ്യത്തിന് പുറത്ത് ഒളിവിൽ കഴിഞ്ഞ് ഭീകര സംഘടനകളെ നിയന്ത്രിക്കുന്ന ഭീകരവാദ നേതാക്കളുമെല്ലാം കോടീശ്വരന്മാരാണ്. സാധാരണ ജനങ്ങളാവട്ടെ പാവപ്പെട്ടവരും. നരേന്ദ്രമോദി വന്നതിന് ശേഷം അവർ പറയുന്നുണ്ട് നരേന്ദ്രമോദി എല്ലാ മാസങ്ങളും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരും, എല്ലാ മാസങ്ങളിലും ഒരു യൂണിയൻ മിനിസ്റ്റർ ഇങ്ങോട്ട് അയക്കും. നമുക്ക് പറയുന്നത് ഇമേജ് മേക്കിംഗ് പ്രോസസ്. ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സകല വികാസങ്ങളും 20 വർഷങ്ങൾക്ക് മുന്നേ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ വികാസങ്ങളാണ്. ഇന്ന് ആ വികാസങ്ങൾ 20 വർഷങ്ങൾക്ക് ശേഷം നോർത്ത് ഈസ്റ്റിൽ വരികയാണ്. അതായത് കേരളത്തില് ഒരു 5 വർഷം മുന്നേ ഉണ്ടായ ഒരു പദ്ധതി ഇന്ന് അവിടെ നടപ്പാക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ വടക്കൻ കിഴക്കൻ മേഖലയിൽ അത് 20 വർഷം മുന്നേ പ്രോഗ്രാം ചെയ്ത പ്രോഗ്രാമായിരുന്നു. 2014 കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു. മോദി വടക്കിഴക്കൻ ഇന്ത്യയിലെ ഭീകരവാദം അമർച്ച ചെയ്യാനായി കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. നാഗാലാൻഡുകാരെ ഇന്ത്യയോട് അടുപ്പിക്കും, ഒപ്പം ഭീകരവാദം അമർച്ച ചെയ്യും. ഇതായിരുന്നു മോദിയുടെ പ്രഖ്യാപനം. 2015 ഓഗസ്റ്റ് 3-ന് വിഘടന സംഘടനകളുടെ നേതാക്കളുമായി സർക്കാർ ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചു. കരാറിന്റെ ഉള്ളടക്കം ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞാൽ കുഴപ്പമുള്ളതെന്തൊക്കെയോ ആ കരാറിൽ ഉണ്ടത്രേ. നാഗാലാൻഡ് ഭരിക്കുന്നത് BJP-യുടെ സഖ്യകക്ഷിയായ NDPP-യാണ്. കേന്ദ്രഭരണവും നാഗാലാൻഡ് ഭരണവും BJP-യുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ. പക്ഷേ ഭീകരാക്രമണങ്ങൾ കുറയുകയല്ല, വൻതോതിൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. വികസനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനങ്ങൾക്ക് കാണേണ്ടി വന്നത് കുറെ നിരപരാധികളുടെ മൃതദേഹങ്ങളാണ്. വടക്കിഴക്കൻ ഇന്ത്യ ഏറെക്കാലം
BJPക്ക് ബാലികേറ മലയായിരുന്നു. സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം ഈ മേഖലയിലെ ഗോത്രവർഗക്കാർക്ക് സ്വീകാര്യമായിരുന്നില്ല. എന്നാൽ കേന്ദ്രത്തിൽ തനിച്ച് ഭരണം ലഭിച്ചതോടെ BJP രണ്ടും കൽപ്പിച്ചിറങ്ങി. വടക്കിഴക്കൻ ഇന്ത്യ പിടിക്കാനായി വിശാല തന്ത്രങ്ങൾ മെനഞ്ഞു. എതിർ പാർട്ടികളിലെ നേതാക്കളെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഒപ്പം നിർത്തി. എതിർത്തു നിന്ന സർക്കാരുകളെ താഴെ ഇറക്കി. മുസ്ലിങ്ങളായ ബംഗ്ലാദേശികളാണ് വടക്കിഴക്കൻ ഇന്ത്യയിലെ കുഴപ്പക്കാർ എന്ന് പ്രചരിപ്പിച്ചു. देश में करोड़ों की संख्या में घुसपैठिए घुसे हुए हैं, दिमक की तरह चाट गए हैं देश के भविष्य को. उनको उखाड़ फेंकना चाहिए या नहीं उखाड़ फेंकना चाहिए? 2016 BJP മുൻകൈയെടുത്ത് വടക്കിഴക്കൻ ജനാധിപത്യ സഖ്യമെന്ന പേരിൽ ഒരു പുതിയ സഖ്യം രൂപീകരിച്ചു. വളരെ പെട്ടെന്ന് സഖ്യം അധികാരം പിടിച്ചു. വടക്കിഴക്കൻ ഇന്ത്യയിൽ ആകെയുള്ളത് 25 ലോക്സഭാ സീറ്റുകളാണ്. ഇവയിലെ 18ഉം ഇന്ന് NEDA-യുടെ കൈകളിലാണ്. 8 സംസ്ഥാനങ്ങളിലെ ഭരണവും നേരിട്ടോ അല്ലാതെയോ BJP-യുടെ നിയന്ത്രണത്തിലാണ്. ആകെയുള്ള 498 MLA-മാരിലെ 316ഉം NEDA-യിലെ കക്ഷികളിൽപ്പെട്ടവർ. 14 രാജ്യസഭാംഗങ്ങളിൽ 7ഉം കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ. ചുരുക്കി പറഞ്ഞാൽ വടക്കിഴക്കൻ ഇന്ത്യ ഇന്ന് പൂർണ്ണമായും BJP-യുടെ നിയന്ത്രണത്തിലാണ്. BJP വളരുന്നതോടെ ജനങ്ങൾ ദേശീയ ബോധമുള്ളവർ ആകുമെന്നായിരുന്നു മോദിയുടെയും അമിത്ഷായുടെയും എല്ലാം പ്രചാരണം. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. ഉൽഫ, NDFB തുടങ്ങിയ ഭീകര സംഘടനകളെല്ലാം കൂടുതൽ സജീവമായി. അണഞ്ഞുകൊണ്ടിരുന്ന സ്വത്ത് പ്രശ്നങ്ങൾ ആളിക്കത്താൻ തുടങ്ങി. ജൂലൈ 26 അന്ന് അസം മിസോറാം അതിർത്തിയിലെ കൊലാസിബ് ജില്ലയിലെ വൈരട്കി ഗ്രാമം സംഘർഷഭരിതമായി. അസം പോലീസും മിസോറാം പോലീസും ഏറ്റുമുട്ടി. മിസോറാം പോലീസുകാർ 6 അസം പോലീസുകാരെ വെടിവെച്ചു കൊന്നു. അസം ഭരിക്കുന്നത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ. മിസോറാം ഭരിക്കുന്നത് NDA-യിലെ ഘടകകക്ഷിയും മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനുമായ സൊറദാംഗയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. BJP-യുടെ വളർച്ച വടക്കിഴക്കൻ ഇന്ത്യയെ ശാന്തമാക്കുകയല്ല, സംഘർഷഭരിതമാക്കുകയാണ് ചെയ്തത്. ഇന്ത്യ ചൈന അതിർത്തിയോട് ചേർന്നുള്ള ഗാൽവാൻ താഴ്വര, ഹോട്ട് സ്പ്രിംഗ്, പാങ്ഗൂട്സോ ഇവയെല്ലാം ഇന്ത്യയുടെ അവിഭാജ്യ പ്രദേശങ്ങളാണ്. എന്നാൽ ഈ പ്രദേശങ്ങൾ ഇന്ന് ചൈനയുടെ കൈവശമാണ്. ചൈന അരുണാചൽ പ്രദേശിലെ ഇന്ത്യൻ അതിർത്തി ലംഘിച്ച് 100ഓളം കെട്ടിടങ്ങൾ നിർമ്മിച്ചതായുള്ള വാർത്ത കഴിഞ്ഞ മാസം പുറത്തുവന്നു. അതിശക്തനെന്ന് കൊട്ടിഘോഷിക്കുന്ന പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ പ്രതിരോധ മന്ത്രിക്കോ ഈ പ്രദേശങ്ങൾ ഇതുവരെ സൈനികമായോ നയതന്ത്രപരമായോ തിരിച്ചുപിടിക്കാനായില്ല. ഇന്ത്യൻ സേനയാകട്ടെ നിരപരാധികളെ വെടിവെച്ചു കൊല്ലുകയാണ്. നാഗാലാൻഡിലേത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. സൈന്യത്തിന് എന്തും ചെയ്യാൻ അധികാരം നൽകുന്ന ഒരു നിയമമുണ്ട്, അഫ്സ്പ. ഈ നിയമം പിൻവലിച്ചില്ലെങ്കിൽ ഇത്തരം ക്രൂരതകൾ ഇനിയും ആവർത്തിക്കും. സൈന്യത്തിന് എന്തും ചെയ്യാൻ അധികാരം നൽകുന്ന ഒരു നിയമമുണ്ട്, പ്രത്യേക സൈനികാധികാര നിയമം.
ആ നിയമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മണിപ്പൂരുകാരിയായ ഒരു സ്ത്രീയെ പരിചയപ്പെടാം. മനോരമ താങ്ജ. 2004 ജൂലൈ 11 ഏതാനും സൈനികർ മനോരമ താങ്ജാമിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ലൈംഗിക ദാഹം ശമിച്ച ശേഷം ആ ശരീരത്തിലേക്ക് തുരുതുരെ വെടിവെച്ചു. മനോരമ താങ്ജാമിനെ കൊലപ്പെടുത്തി. മൃതദേഹം തെരുവിൽ തള്ളി. രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തികച്ചും വ്യത്യസ്തമായ ഒരു സമരത്തിനാണ് പിന്നീടുള്ള ദിനങ്ങളിൽ മണിപ്പൂർ സാക്ഷ്യം വഹിച്ചത്. എട്ടമ്മമാർ പൂർണ്ണ നഗ്നരായി തെരുവിലിറങ്ങി സമരം ചെയ്തു. സൈന്യത്തിന് എന്തും ചെയ്യാൻ അധികാരം നൽകുന്ന ആവസ്പ നിയമം പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇതേ ആവശ്യം ഉന്നയിച്ച് ഇറോൻ ശർമിള 16 വർഷക്കാലം നിരാഹാര സമരമനുഷ്ഠിച്ചു. പക്ഷേ ആവസ്പ പിൻവലിച്ചില്ല. എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻ വിക്ടിം അസോസിയേഷൻ മണിപ്പൂർ എന്ന സംഘടനയുടെ കണക്കുകൾ പ്രകാരം 1979-നും 2012-നുമിടയിൽ 1528 നിയമവിരുദ്ധ കൊലപാതകങ്ങൾ സൈന്യം നടത്തിയിട്ടുണ്ട്. ഇവയെക്കുറിച്ച് അന്വേഷിക്കാൻ 2017-ൽ സുപ്രീം കോടതി CBIക്ക് നിർദ്ദേശം നൽകി. CBI 39 FIRകൾ സമർപ്പിച്ചു. ഇവയിൽ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചത് 13 കേസുകളിൽ മാത്രം. ഒരാൾ പോലും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടില്ല. ഈ നിയമം ഒരു കൊളോണിയൽ നിയമമാണ്. 1942-ൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്തുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കൊളോണിയൽ സ്വഭാവമുള്ള അധിനിവേശ കാലത്തെ നിയമങ്ങളിലൊന്നാണ് ഈ നിയമം. അത് 1958-ൽ നാഗാലാൻഡിലെ നാഗ വിഭജന പ്രസ്ഥാനത്തെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട്, ആ കാലത്തെ സംഘർഷങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് ഒരു താൽക്കാലിക ചെറിയൊരു കാലയളവിലേക്ക് മാത്രമായിട്ട് വീണ്ടും കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ ചുരുങ്ങിയ കാലത്തേക്ക് ഒരു പ്രത്യേക സംഭവത്തെ, പ്രത്യേക സംഘർഷത്തെ അമർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് അവതരിപ്പിച്ച ഈ നിയമമാണ് കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലമായിട്ട് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും ഇടക്കാലത്ത് പഞ്ചാബിലുമെല്ലാം ഉപയോഗിച്ചത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നിയമത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ നിയമം അനുസരിച്ച് ഇന്ത്യൻ സൈന്യത്തിന് യഥേഷ്ടമായിട്ടുള്ള അധികാരം നൽകുകയാണ്. എന്ന് വെച്ചാൽ എല്ലാ പൗരാവകാശങ്ങളും ലംഘിക്കപ്പെടുകയാണ്. അനധികൃതമായിട്ടുള്ള മുന്നറിയിപ്പില്ലാത്ത അറസ്റ്റിൽ നിന്നും ഉള്ള പരിരക്ഷ എന്നുള്ളത് മനുഷ്യാവകാശങ്ങളിലൊന്നാണ്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന അവകാശങ്ങളിലൊന്നാണ്. അതാണ് ലംഘിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പോലീസ് ബ്രൂട്ടാലിറ്റിയിൽ നിന്നുള്ള പരിരക്ഷ എന്നുള്ളത്, സായുധ സേനയിൽ നിന്നുള്ള രക്ഷ എന്നുള്ളത്, ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം എന്നുള്ളത്, അതുപോലെ തന്നെ വിചാരണ നേരിടുവാൻ വേണ്ടിയിട്ടുള്ള അവകാശം എന്നുള്ളതൊക്കെ സാർവദേശീയമായിട്ട് അംഗീകരിക്കപ്പെട്ട മനുഷ്യാവകാശങ്ങളാണ്. ഈ അവകാശങ്ങളെല്ലാം ലംഘിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ആസ്പ എന്ന നിയമം എന്ന് കാണാൻ നമുക്ക് പറ്റും. ഈ നിയമപ്രകാരം സൈന്യത്തിന് എപ്പോൾ വേണമെങ്കിലും എവിടെയും കയറിച്ചെന്ന് പരിശോധനകൾ നടത്താം. ആരെയും അറസ്റ്റ് ചെയ്യാം. നിരപരാധികളെ വെടിവെച്ചു കൊന്നാലും സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കേസെടുക്കാനോ അവരെ വിചാരണ ചെയ്യാനോ സാധിക്കില്ല. മനോരമ താങ്ജാമിനെ സൈനികർ കൊലപ്പെടുത്തി. 16 വർഷങ്ങൾ കഴിഞ്ഞു. ഇതുവരെ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ സംഘർഷം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും അതിർത്തികളിൽ വലിയ സംഘർഷം, 2 സംസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം നിലനിൽക്കുകയാണ്.
ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ തന്നെ വലിയ സംഘർഷവും കലാപവുമെല്ലാം ഈ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ഈ പ്രദേശങ്ങളുടെ പിന്നോക്കാവസ്ഥയാണ്, സാമൂഹികമായ പിന്നോക്കാവസ്ഥയാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതാണ്, തൊഴിലവസരങ്ങൾ ഇല്ലാത്തതാണ്, ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കാത്തതാണ്. ഈ പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് പകരം കൂടുതൽ വികസനം കൊണ്ടുവന്ന്, തൊഴിലവസരങ്ങൾ കൊണ്ടുവന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന് ഈ ജനതയെ മുഖ്യധാര ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗമാക്കുന്നതിന് പകരം തോക്കിൻകുഴലിൽ നിർത്തിക്കൊണ്ട് അവരെ ഭരിക്കുവാനുള്ള ശ്രമങ്ങൾ കൂടുതൽ രാജ്യത്തെ ഈ വടക്ക് കിഴക്കൻ മേഖലകളിലെ ജനങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുക. അവരെ ഇന്ത്യയുടെ മുഖ്യധാരാ സമൂഹത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുക. ഏറ്റവും പൊതുവായി പറഞ്ഞാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെ ദുർബലമാക്കുകയും ഇല്ലാതാക്കുകയുമാണ് ചെയ്യുക. ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ ആസ്പ എന്ന കിരാത നിയമത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല എന്ന് തെളിയിച്ച ഒരു സർക്കാരുണ്ട്. മണിക് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള മുൻ ത്രിപുര സർക്കാർ. ജനപക്ഷ വികസന പദ്ധതികളിലൂടെ ജനങ്ങളെ ഒപ്പം നിർത്തിയാണ് ത്രിപുരയിലെ ഇടതുപക്ഷ സർക്കാർ ഭീകരവാദത്തെ അമർച്ച ചെയ്തത്. 2015 ആസ്പ പിൻവലിച്ചു. 2018 ത്രിപുര പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP നടത്തിയ നീക്കങ്ങളാണ് സംസ്ഥാനത്തെ അശാന്തമാക്കിയത്. ഭൂരിപക്ഷം വരുന്ന ബംഗാളികളെയും ന്യൂനപക്ഷമായ ഗോത്രവിഭാഗക്കാരെയും തമ്മിലടിപ്പിച്ചായിരുന്നു BJPയുടെ രംഗപ്രവേശം. ഗോത്രവർഗ സ്വത്തും ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയായ IPFT-യുമായി BJP കൈകോർത്തു. കൂറുമാറ്റിയും പണമൊഴുക്കിയും അധികാരം പിടിച്ചു. ബിപ്ലവ് കുമാർ ദേവ് മുഖ്യമന്ത്രിയായി. ഭരണമാറ്റത്തോടൊപ്പം ത്രിപുരയിൽ ഭീകരാക്രമണങ്ങളും ഉയർന്നു. ഈ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. BJP അധികാരത്തിൽ വന്നതിന് ശേഷം 2018 ത്രിപുരയിലുണ്ടായത് 5 ഭീകരാക്രമണങ്ങൾ, 2019 നടന്നത് 10 ഭീകരാക്രമണങ്ങൾ, 2021 ഇതുവരെ നടന്നത് 11 ഭീകരാക്രമണങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതാക്കിയ ഭീകരവാദം ഇപ്പോഴിതാ BJP ഭരണത്തിന് കീഴിൽ തഴച്ചു വളരുന്നു. വർഗീയത കൊണ്ട് ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യാനാവില്ല എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഇന്നത്തെ ത്രിപുര. സമരങ്ങളുടെയെല്ലാം കാലം കഴിഞ്ഞു എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണ് കർഷക സമരം നേടിയ വൻ വിജയം. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും നീതിക്ക് വേണ്ടി സമരം ചെയ്യുന്നവർക്കെല്ലാം കർഷക സമരം ഊർജം നൽകുന്നു. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.